Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. LDF സ്ഥാനാർത്ഥി TI മധുസൂദനന് കൂക്കാനത്ത് ഉജ്ജ്വല സ്വീകരണം. വ്യത്യസ്തമായ പരിപാടികൾ ഒരുക്കിയാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. LDFന്റെ ഭരണകാലത്താണ് ഇവിടെ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് 2016 ഒരു MLA LDF സ്ഥാനാർത്ഥി TI മധുസൂദനന് കൂക്കാനത്ത് ഉജ്ജ്വല സ്വീകരണം. കൂക്കാനം AKG സ്മാരക വായനശാല പരിസരത്താണ് സ്വീകരണം ഒരുക്കിയത്. വ്യത്യസ്തമായ പരിപാടികൾ ഒരുക്കിയാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. ചുവപ്പും മഞ്ഞയും നീലയും നിറത്തിലുള്ള സ്മോക്കറുകൾ സ്വീകരണത്തിന് മാറ്റുകൂട്ടി. കേരളീയ വസ്ത്രമണിഞ്ഞ സ്ത്രീകളുടെ കൈകൊട്ടിക്കളിയും ബാൻഡുമേളവും കൂടി ഒരുക്കിയാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത്. സ്വീകരണത്തിന് TI മധുസൂദനൻ നന്ദി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പലയിടങ്ങളിലും വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ തിരിച്ചടി ഇങ്ങനെ ഏശാത്തൊരു സ്ഥലം പയ്യന്നൂർ. അതിന് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ അങ്ങോട്ടേക്ക് ഉത്തരം പറഞ്ഞതും അയാൾ തിരിച്ചെന്നോട് ഇങ്ങോട്ടേക്ക് ഉത്തരം പറഞ്ഞ ഒരേ കാര്യമാണ്. അതിവിപുലമായിട്ടുള്ള സംഘടന അടിത്തറയുള്ള സ്ഥലമാണ്. അതിൻ്റെ ബലം, അതിൻ്റെ കരുത്ത്, 21 രക്തസാക്ഷികളുടെ മണ്ണാണ് ഈ പയ്യന്നൂർ അസംബ്ലി മണ്ഡലം. 21 പേർ ഈ നാടിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ളത്. അവരുടെ ചോരയും ജീവനും അരക്കെട്ടുറപ്പിച്ച് ഉറപ്പിച്ചിട്ടുള്ള ഒരു അടിത്തറയാണ് പയ്യന്നൂരിന്റെ രാഷ്ട്രീയ അടിത്തറ എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് P. സന്തോഷ്, P. രമേശൻ, MV സുനിൽകുമാർ, TV രാജൻ, രജനി മോഹൻ, ഡോക്ടർ വിജയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. LDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫയുടെ ആദ്യഘട്ട മണ്ഡല പര്യടനം വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുകയാണ്. വ്യാഴാഴ്ചത്തെ പര്യടനം രാവിലെ ഉദിനൂർ സെൻട്രലിൽ നിന്നാണ് തുടക്കമിട്ടത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇത്തവണ ചുരുങ്ങിയ സമയം മാത്രമേയുള്ളൂ എന്നതിനാൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രധാന കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്താണ് വോട്ട് അഭ്യർത്ഥന നടത്തിവരുന്നത്. LDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫയുടെ ആദ്യഘട്ട മണ്ഡല പര്യടനത്തിന്റെ 2ാം ദിനം പടന്ന പഞ്ചായത്തിലെ ഉദിനൂർ സെന്ററിൽ നിന്നാണ് തുടക്കമിട്ടത്. മൂന്നാമതും ഇടത് സർക്കാർ അധികാരത്തിൽ വരേണ്ടത് വികസന തുടർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടർമാരോട് പറഞ്ഞു. പടന്ന, ചെറുവത്തൂർ പഞ്ചായത്തുകളിലെ 23 കേന്ദ്രങ്ങളിൽ LDF പ്രവർത്തകർ ഒരുക്കിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാത്രി 8 മണിയോടെ ചെറുവത്തൂർ അമിഞ്ഞിക്കോട് പര്യടനം സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ VV കൃഷ്ണൻ, മാധവൻ മണിയറ, PC സുബൈദ, E കുഞ്ഞിരാമൻ, VKP ഹനീഫ ഹാജി, M സുമേഷ്, P കുഞ്ഞിക്കണ്ണൻ, റസാഖ് പുഴക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നിയോജക മണ്ഡലം UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം പുരോഗമിക്കുന്നു. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ സ്ഥാനാർത്ഥിക്ക് ഇലക്ട്രിക് പോൾ ചിഹ്നം അനുവദിച്ചു. പയ്യന്നൂർ നിയോജക മണ്ഡലം UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണന്റെ 2ാം ഘട്ട പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് പയ്യന്നൂർ പ്രദേശത്ത് ഭൂരിപക്ഷം ജനങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൽ അത് വോട്ടായി മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഞാൻ ഉയർത്തിയ വിഷയങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാതെ മറ്റ് പല കാര്യങ്ങളും ഉയർത്തുകയാണ്.
ഇപ്പോൾ ഞാൻ കോൺഗ്രസ് ആവുകയാണ്, ഞാൻ UDF ആവുകയാണ് എന്ന നിലയിലുള്ള പ്രചരണങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് വരുന്നത് ബോധപൂർവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എനിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച ആളുകളെ എങ്ങനെ മാറ്റാൻ കഴിയും എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതൊന്നും ജനങ്ങൾക്ക് ഇടയിൽ ഏശില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് വലിയ നിലയിലുള്ള വിജയം ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. വി കുഞ്ഞികൃഷ്ണൻ എന്ന താങ്കൾ ആദ്യമായി നേരിടുന്നത് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിനെയാണ്. എങ്ങനെയാണ് ആ ഒരു അനുഭവം? ഒരു കളങ്കിതനായ വ്യക്തിയെ, പയ്യന്നൂരിൻ്റെ ചരിത്ര പാരമ്പര്യം ഉൾക്കൊള്ളുന്ന മണ്ണാണ് പയ്യന്നൂരിൻ്റേത്. ആ പയ്യന്നൂരിൽ നിന്ന് ഇത്തരമൊരാളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം. അതോടൊപ്പം തന്നെ ഞാൻ പാർട്ടിക്കകത്ത് ഉയർത്തിക്കൊണ്ടുവന്ന പോരാട്ടം, ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിത്വം വന്ന സാഹചര്യത്തിൽ അത് സമൂഹത്തിലും ആ പോരാട്ടം തുടരേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. വളരെ ആവേശകരമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് ഓരോ വീടുകൾ കയറി ഇറങ്ങാനുള്ള ആ ഒരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഓരോരോ വീടുകളിൽ നിന്നും കിട്ടുന്ന പ്രതികരണം എങ്ങനെയാണ്? വീടുകളിൽ നിന്ന് അനുകൂലമായ പ്രതികരണം തന്നെയാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം UDF പിന്തുണ പ്രഖ്യാപിച്ചു. ഇത് രണ്ടും ചേർന്നാൽ ഈ മണ്ഡലത്തിൽ എനിക്ക് ജയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കുഞ്ഞികൃഷ്ണേട്ടൻ ഭാവിയിൽ ഒരു MLA ആവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നാടിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? സാങ്കല്പിക ചോദ്യത്തിന് ഉത്തരവില്ല എന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പയ്യന്നൂരിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. തുടക്കത്തിൽ തന്നെ പയ്യന്നൂരിലെ ജനങ്ങളെ, പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം വിളിച്ചു ചേർത്ത് എന്ത് വികസനമാണ് നമുക്ക് പയ്യന്നൂരിൽ നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു കൂട്ടായ ചർച്ചയും തീരുമാനവും എടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മുന്നണികളെല്ലാം തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പയ്യന്നൂരിൽ എന്തായാലും ഇക്കുറി മികച്ച പോരാട്ടം തന്നെയാണ് നടക്കുക. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. UDF കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കണ്ടോന്താർ ഇടമന UP സ്കൂളിൽ വെച്ച് നടന്നു. AICC അംഗം വേണുഗോപാൽ റാവു ഹർക്കാര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരിയുടെ തിരഞ്ഞെടുപ്പ് ചാർജുള്ള AICC അംഗം വേണുഗോപാൽ റാവു ഹർക്കാര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. Constituency and this mandal, this Gram Panchayat, all selective leaders have been called for the convention today. You all are known to the top high command with your names. Entire AICC has a list of your names who have attended today's meeting. All are senior leaders. I have all respects on all of you. Mainly, you know that our UDF candidate Rajivan Kapachari for Kalaisere. UDF പഞ്ചായത്ത് ചെയർമാൻ K. ആലിക്കുഞ്ഞി ഹാജി അധ്യക്ഷത വഹിച്ചു. KPCC അംഗം MB ഉണ്ണികൃഷ്ണൻ, DCC ജനറൽ സെക്രട്ടറിമാരായ K. ബ്രിജേഷ് കുമാർ, നൌഷാദ് വാഴവളപ്പിൽ, മുസ്ലിം ലീഗ് നേതാവ് മുസ്തഫ കടന്നപ്പള്ളി, ഷിഹാബ് ചെറുകുന്നോൻ, V. രാജൻ, സന്ദീപ് പാണപ്പുഴ, KP ജനാർദ്ദനൻ, അക്ഷയ് പറവൂർ, KP മുരളീധരൻ, NK സുജിത്ത്, പുഷ്പ മോഹനൻ, അഭിമന്യു പറവൂർ, UDF പഞ്ചായത്ത് കൺവീനർ രാജേഷ് മല്ലപ്പള്ളി, KP ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ആചാരങ്ങൾ കൊണ്ടും ഐതിഹ്യങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാവുകയാണ് കുഞ്ഞിമംഗലത്തെ മല്ലിയോട്ട് പാലോട്ടുകാവും അണീക്കര ശ്രീ പൂമാല ഭഗവതിക്കാവും. പൂരോത്സവകാലത്ത് ദൈവങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ഈ ബന്ധം പുരാവൃത്തങ്ങളിൽ പരാമർശിക്കുന്നതിനും അപ്പുറം കഴകം കയറൽ എന്ന ചടങ്ങിലൂടെ നേരിട്ട് കണ്ടറിയാവുന്ന കാര്യം കൂടിയാണ്. ഉത്തരമലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മീനമാസത്തിൽ നടക്കുന്ന ആഘോഷമാണ് പൂരോത്സവം. വടക്കിൻ്റെ ഈ വസന്തോത്സവത്തിൽ വീടുകളിലും കാവുകളിലും ക്ഷേത്രങ്ങളിലും പലവിധങ്ങളായ അനുഷ്ഠാന ചടങ്ങുകളാണ് പൂരോത്സവത്തിൻ്റെ ഭാഗമായി നടക്കാറുള്ളത്. കുഞ്ഞിമംഗലം ശ്രീ മല്ലിയോട്ട് പാലോട്ടുകാവിൽ നിന്നും അണീക്കര പൂമാല ഭഗവതി കാവിലേക്ക് നടക്കുന്ന കഴകം കയറൽ ചടങ്ങിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത അപൂർവമായ ചടങ്ങുകൾക്കാണ് പൂരക്കാലത്ത് കുഞ്ഞിമംഗലം സാക്ഷ്യം വഹിക്കുന്നത്. പുരാവൃത്ത പ്രകാരം മല്ലിയോട്ട് പാലോട്ടുകാവിലെ പാലോട്ട് ദൈവം അണീക്കര പൂമാല ഭഗവതിയുടെ പതിസ്ഥാനമായാണ് സങ്കല്പിക്കപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ പാലോട്ട് ദൈവത്തിന് അണീക്കര ക്ഷേത്രം ഭാര്യാഗ്രഹമാണ്. ഈ ബന്ധത്തിന്റെ ഊഷ്മളത വിളിച്ചോതുന്ന ചടങ്ങാണ് പൂരോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കഴകം കയറൽ. പാലോട്ട് ദൈവത്തിന്റെ പ്രതിപുരുഷനായ മല്യോട്ടച്ഛന്റെ നേതൃത്വത്തിൽ ബാല്യക്കാരും അടിയന്തരക്കാരും പരികർമ്മികളും അടങ്ങുന്ന വലിയൊരു സംഘം അണീക്കര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു. സാക്ഷാൽ പാലോട്ട് ദൈവം തന്റെ പത്നീഗൃഹത്തിലേക്ക് എഴുന്നള്ളുന്നതായാണ് വിശ്വാസം. ഈ യാത്ര അണീക്കരയിലെത്തിയാൽ തന്റെ അധികാരവും അവകാശവും സ്ഥാപിക്കാനായി ഓലപ്പന്തൽ വലിച്ചു പറിച്ചെടുത്ത് അതിലിരിക്കണമെന്നാണ് നിയമം. ഭക്തിയുടെ ആവേശത്തിൽ ഭക്തർ പന്തൽ വലിച്ചു കീറുന്ന ഈ പന്തൽ വലിക്കൽ ചടങ്ങ് കാണാൻ നിരവധി കണക്കിന് ആളുകളാണ് ഇവിടെ ഒത്തുചേരാറുള്ളത്. വ്രതനിഷ്ഠയിൽ പൂക്കളും പാട്ടുമായി കൗമാരക്കാരായ പെൺകുട്ടികൾ വീടുകളിൽ പൂരത്തെ വരവേൽക്കുമ്പോൾ ക്ഷേത്രാങ്കണങ്ങൾ മറുത്തുകളിയുടെയും കഴകം കയറലിന്റെയും ആവേശത്തിൽ അമരുന്നു. ആചാരങ്ങൾ വെറുമൊരു ചടങ്ങല്ലെന്നും അത് കുടുംബ ബന്ധങ്ങളുടെയും സാമൂഹിക ഐക്യത്തിന്റെയും പ്രതീകമാണെന്നും കുഞ്ഞിമംഗലത്തെ ഈ പൂരോത്സവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പൂരവും പൂരക്കളിയും വടക്കൻ കേരളീയരുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്നും ഒഴിച്ചുമാറ്റാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു അനുഷ്ഠാനത്തിനപ്പുറം വടക്കൻ കേരളീയരുടെ ഈ ആഘോഷം നാട്ടുകൂട്ടായ്മയുടെ വലിയൊരു സംഗമം കൂടിയാണ്. വിഷ്വൽ ജേർണലിസ്റ്റ് അഗ്നിവേശിനൊപ്പം സന്തോഷ് കുഞ്ഞിമംഗലം, നെറ്റ്വർക്ക് ന്യൂസ്. മാർച്ച് 27 ലോക നാടക ദിനം. അബ്രപാളിയിൽ വിസ്മയം തീർക്കുന്ന പുതിയ കാലത്തും നാടകത്തെ നെഞ്ചേറ്റുന്ന നിരവധി കലാകാരന്മാരുണ്ട് നമുക്ക് ചുറ്റും. അത്തരത്തിലൊരാളാണ് കരിവള്ളൂർ ഓണക്കുന്നിലെ രതീഷ് രംഗൻ. 1990കളിൽ കലാസമിതികളിലൂടെയും ബാലസംഘം കലാജാഥകളിലൂടെയുമാണ് നാടകത്തിൽ രതീഷ് രംഗൻ ആകൃഷ്ടനാകുന്നത്. തിരുവനന്തപുരം അഭിനയയിൽ നിന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ നാടകം കോഴ്സ് 1ാം റാങ്കോടെ പാസ്സായി. ഇന്ത്യയിലെ പ്രശസ്തരായ ദീപൻ ശിവരാമൻ, ഷിബു എസ് കൊട്ടാരം, മഞ്ജുളൻ, മനോജ് ഖാന തുടങ്ങിയവരുടെ കൂടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചു. കെ.ഒ. രംഗൻ എന്ന സോളോ പെർഫോമൻസ് 500-ൽ പരം വേദികളിൽ അവതരിപ്പിച്ചു. 100-ൽ പരം നാടകങ്ങൾ സംവിധാനം ചെയ്തു. തീരപ്രദേശത്തെ തൊഴിലാളികളെ ഒന്നിപ്പിച്ച് തസ്കര ശാസ്ത്രം എന്ന കോർണർ പ്ലേ സംഘടിപ്പിച്ചു. 30ഓളം സ്ത്രീകളെ മാത്രം ഉൾപ്പെടുത്തി നെരിപ്പോഡ് എന്ന തിയേറ്റർ ഇല്യൂഷൻ കൊറിയോഗ്രാഫി ചെയ്തു. 10ഓളം ഷോർട്ട് ഫിലിമുകളും സംവിധാനം ചെയ്തിട്ടുണ്ട് രതീഷ് രംഗൻ. ഇതിനകം തന്നെ നിരവധി പുരസ്കാരങ്ങൾ രതീഷ് രംഗനെ തേടി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉന്നം എന്ന തിയേറ്റർ സോണിന്റെ പണിപ്പുരയിലാണ്. നാടകം ശരിക്കും എനിക്ക് ജീവനാണ്. ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങിയ നാടകമാണ്. നാടകത്തെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് അഭിനയയിൽ പോയത്. അവിടുന്ന് കേരള യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ് 2000 പഠിച്ചിറങ്ങിയാണ്. അവിടുന്ന് ഇങ്ങോട്ട് ഒരുപാട് നാടകങ്ങൾ, മത്സര നാടകങ്ങളും സാമൂഹ്യ നാടകങ്ങളും തെരുവുനാടകങ്ങളൊക്കെ ഈ നാടകങ്ങൾ പഠിച്ചു. ഈ അടുത്താണ് നാടക രചനയിലേക്ക് ഞാൻ പോയത്. അതിനു മുമ്പൊക്കെ രചന നമ്മൾ ഇംപ്രവൈസ് ചെയ്യുന്ന സമയത്ത് രചനകൾ സംഭവിക്കാറുണ്ട്. ഈ അടുത്ത് 1-2 രചനകൾ അയച്ചു കൊടുത്തു ചില മത്സരങ്ങളിൽ. ആ മത്സരങ്ങളിൽ രചനകൾക്കൊക്കെ സമ്മാനം കിട്ടിയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് പുരോഗമന കലാസാഹിത്യം സംസ്ഥാന തലത്തിൽ നടത്തിയ ഒരു തിരുവനാടക രചനാ മത്സരത്തിൽ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ബീഡി തൊഴിലാളി യൂണിയൻ പ്രവർത്തക കൺവെൻഷൻ പയ്യന്നൂർ CATU ഹാളിൽ നടന്നു. CATU സംസ്ഥാന കമ്മിറ്റി മെമ്പർ TP ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ബീഡി തൊഴിലാളി യൂണിയൻ പ്രവർത്തക കൺവെൻഷൻ പയ്യന്നൂർ CATU ഹാളിൽ നടന്നു. CATU സംസ്ഥാന കമ്മിറ്റി മെമ്പർ TP ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. മൂന്നാമതും അധികാരത്തിൽ വരിക എന്നത് ഏറ്റവും പ്രധാനമാണ് എന്ന് CATU സംസ്ഥാന കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണ നേട്ടം എല്ലാ വിഭാഗം ജനങ്ങളെയും ഓർത്തിണക്കിക്കൊണ്ട്
അവരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം. ആ ഗവൺമെൻറ്റിനെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നമ്മുടേതായ കടമ നിർവഹിക്കണം എന്നാണ് തൊഴിലാളി വർഗത്തോട് CIT സംസ്ഥാന കമ്മിറ്റി. പി വി കുഞ്ഞപ്പൻ സ്വാഗതം പറഞ്ഞു. വി പി തമ്പായി അധ്യക്ഷത വഹിച്ചു. എൻ അബ്ദുൽ സലാം, അപ്യാൽ രാഘവൻ, മൂലച്ചേരി നാരായണൻ, രാഗിണി എം തുടങ്ങിയവർ സംസാരിച്ചു. പിരിഞ്ഞുപോയ ബീഡി തൊഴിലാളികൾക്ക് നൽകുവാനുള്ള ഗ്രാറ്റുവിറ്റി അടിയന്തരമായി നൽകണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പയ്യന്നൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി TA മധുസൂദനനെ വിജയിപ്പിക്കണമെന്നും കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓൾ ഇന്ത്യ LIC പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ഡിവിഷൻ മീറ്റ് പയ്യന്നൂരിൽ വെച്ച് നടന്നു. LIC എംപ്ലോയീസ് യൂണിയൻ സോണൽ ജോയിന്റ് സെക്രട്ടറി IK ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. ആൾ ഇന്ത്യ ഇൻഷുറൻസ് പെൻഷനേഴ്സിന്റെ ഭാഗമായ LIC പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ഡിവിഷൻ മീറ്റ് പയ്യന്നൂരിൽ വെച്ച് നടന്നു. LIC എംപ്ലോയീസ് യൂണിയൻ സോണൽ ജോയിന്റ് സെക്രട്ടറി IK ബിജു ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇൻഷുറൻസ് മേഖലയിൽ ജോലിയെടുക്കുന്ന ഒരു ജീവനക്കാരൻ ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ ബഹുമാനത്തോടെയാണ് നിങ്ങളുടെ മുൻകാല പ്രവർത്തനങ്ങളെ ഓരോന്നും കണ്ടിട്ടുള്ളതും അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളതും ആ പ്രവർത്തനം അതിൽ വീഴ്ചകൾ ഉണ്ടാവരുത് എന്നുള്ളത് ആ പ്രവർത്തനം കുറേയും കൂടെ കരുത്തോടെ നേരത്തെ സ്വാഗത പ്രാസംഗികം പറഞ്ഞു. നമ്മുടെ എണ്ണത്തിലുണ്ടാകുന്ന വലിയ കുറവ് LIC പെൻഷനേഴ്സിന്റെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുക, ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ 100% FDI നടപ്പിലാക്കുക, കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ യോഗം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. MK ബാലകൃഷ്ണൻ, M രാജൻ, ശ്രീനിവാസൻ, പ്രഭാത് കുസുമൻ, KSS നമ്പൂതിരി, K അരവിന്ദൻ, M അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയ കാലത്തെ ഒരുപാട് ഓർമ്മകളുണ്ട് കാങ്കോൽ കാളീശ്വരത്തെ ആൽമുത്തശ്ശിക്ക്. AKGയും കേരളീയനും AV കുഞ്ഞമ്പുവും ഈ മാവിൻ ചോട്ടിൽ വന്നിരുന്നാണ് സ്വാതന്ത്ര്യത്തിന്റെ ആകാശം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പഴയ ഓർമ്മകളും പേറി ആ മുത്തശ്ശി ഇവിടെ തലയുയർത്തി നിൽപ്പുണ്ട്. പഴയ കാലത്തെ ഒരുപാട് ഓർമ്മകൾ അയവിറക്കാനുണ്ട് കാങ്കോൽ കാളീശ്വരത്തെ ഈ മുത്തശ്ശി മാവിന്. വയസ്സേറും തോറും യുവത്വം നിലനിർത്തുകയാണ് ഈ മാവ്. ഒരു തിരഞ്ഞെടുപ്പ് കൂടി വന്നണയുമ്പോൾ CPMന്റെ നേതാക്കൾ ഈ മാവിന്റെ ചോട്ടിലിരുന്നാണ് പ്രദേശവാസികളോട് വോട്ട് അഭ്യർത്ഥിച്ചത്. 2 വിദ്യാലയങ്ങളുടെയും ക്ഷേത്രത്തിന്റെയും അരികിൽ സ്ഥിതി ചെയ്യുന്ന ഈ പടുകൂറ്റൻ മാവ് പ്രദേശത്തെ വലിയൊരു തണൽമരം കൂടിയാണ്. മൈതാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ സുഖമാണ്. ധാരാളം മാമ്പഴം എല്ലാ വർഷവും ഇത് നൽകുന്നു. വർത്തമാനകാലത്ത് കുളിര് നൽകുമ്പോൾ പോയൊരു കാലത്ത് ഒരുപാട് കയ്പുനീരിന്റെ കഥകളും ഈ മാവിന് പറയാനുണ്ട്. ജന്മിത്വ നാടുവാഴിത്ത സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്ത് ജന്മിയുടെ കാഴ്ചയിൽ തെറ്റ് ചെയ്തിരുന്നവരെ ക്രൂരമായി ഇതിന്റെ കീഴിൽ കെട്ടിയിട്ട് ശിക്ഷിച്ചിരുന്നു. അവരുടെയൊക്കെ ചോരപ്പാടുകൾ ഈ മാവിൻ ചോട്ടിൽ തളം കെട്ടി നിന്നിട്ടുണ്ടാകും. AKGയും കേരളീയനും AV കുഞ്ഞമ്പുവും സ്വാതന്ത്ര്യത്തിന്റെ ആകാശം കാണിച്ചു കൊടുത്തതും ഈ മാവിൻ ചുവട്ടിൽ വെച്ചായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മാവിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ വലിയൊരു ചരിത്ര സ്മരണയാണ് എൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഈ മാവിന് അത്രക്ക് വലിയ ചരിത്രമുണ്ട്. ആലക്കാട് കിടാരൻ ചന്തുവിനെ കുടിയൊഴിച്ചപ്പോൾ AKGയും കേരളീയനും AV കുഞ്ഞമ്പുമൊക്കെ വന്നിട്ട് ഇരുന്ന് രാഷ്ട്രീയം പറഞ്ഞ ഒരു മാവാണിത്. ആലക്കാട് ജനങ്ങൾക്ക്, ആലക്കാട് കാളീശ്വരത്തും ഉള്ള ജനങ്ങളെ രാഷ്ട്രീയം പഠിപ്പിച്ചത് ഈ മാവിൻ്റെ ഈ വേരിന് വലിയൊരു പ്രാധാന്യം. ഈ വേര് ഇന്നിപ്പോൾ കുറേ കൂടെ അമർന്നു പോയോ എന്നൊരു സംശയവും. വണ്ടീനേക്കാൾ ഉയരമുണ്ടായിരുന്നു മാവിൻ്റെ വേരിന്. അതുപോലെ യോഗങ്ങൾ, മുദ്രാവാക്യങ്ങൾ, അങ്ങനെ എത്ര കാര്യങ്ങൾ ഈ മുത്തശ്ശി മാവിന് നമ്മോട് പറയുവാനുണ്ട്. നാം അതൊന്ന് കേൾക്കാൻ ചെവിയോർക്കണമെന്നു മാത്രം. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മാതമംഗലം കുറ്റൂരിലെ സൺറൈസ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സംഘടിപ്പിക്കുന്ന 3ാമത് വാർഷികാഘോഷമായ സൺറൈസ് ഫെസ്റ്റ് 3.0 മാർച്ച് 28 ശനിയാഴ്ച നടക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത പിന്നണി ഗായകൻ വിധു പ്രതാപ് നയിക്കുന്ന മെഗാ ലൈവ് മ്യൂസിക് ഷോ അരങ്ങേറും. ശനിയാഴ്ച വൈകുന്നേരം 6:30 കോളേജ് ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് മുൻ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ P സജികുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും.
കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ അശോകൻ മുഖ്യാതിഥിയാകും. കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് സർവീസസ് മുൻ ഡയറക്ടർ ഡോക്ടർ നഫീസ ബേബി വിശിഷ്ടാതിഥിയാകും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം സൺറൈസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികൾ നടക്കും. തുടർന്ന് രാത്രി 8 മണി മുതൽ വിധു പ്രതാപ് ലൈവ് മ്യൂസിക് ഷോ ആരംഭിക്കും. മികച്ച സാങ്കേതിക സൗകര്യങ്ങളോടെ ഒരുക്കുന്ന ഈ സംഗീത വിരുന്ന് ആസ്വദിക്കുവാനായി നാട്ടുകാരെയും സംഗീത പ്രേമികളെയും കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നതായി കോളേജ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ജൗഹർ കെ അറിയിച്ചു. ഡോക്ടർ മുഹമ്മദ് ജൗഹർ, പി സജികുമാർ, പി വിജയൻ, ഷൈനി ബിജേഷ്, ഭവ്യ, അനന്യ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കെ.വി. രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കെ.വി. രാമചന്ദ്രൻ സ്മാരക പുരസ്കാരം ഡി. കൃഷ്ണാനന്ദ പൈക്ക് സമ്മാനിക്കും. മാർച്ച് 30-ന് കെ.വി. രാമചന്ദ്രൻ 5ാം ചരമവാർഷിക ദിനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. പയ്യന്നൂരിലെ സാമൂഹ്യ സേവന, ജീവകാരുണ്യ, വാണിജ്യ, വ്യാപാര മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കെ.വി. രാമചന്ദ്രന്റെ 5ാം ചരമവാർഷികം മാർച്ച് 30 തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താനായി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കെ.വി. രാമചന്ദ്രൻ സ്മാരക പുരസ്കാരം മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി പ്രസിഡന്റും ഫൗണ്ടറുമായ ഡി. കൃഷ്ണാനന്ദ പൈക്ക് സമ്മാനിക്കും. കെ.പി. ദിവാകരൻ, രാഹുൽ രാമചന്ദ്രൻ, രാജേഷ് രാമചന്ദ്രൻ, കെ.പി. പ്രദീപൻ, കക്കോപ്രത്ത് ചന്ദ്രൻ, കെ.പി. ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. LIC ഏജന്റ് ഓർഗനൈസേഷൻ CITU പയ്യന്നൂർ ബ്രാഞ്ച് കുടുംബസംഗമം CITU ഹാളിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ CITU പയ്യന്നൂർ ബ്രാഞ്ച് കുടുംബസംഗമം CITU ഹാളിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. നടത്തുവാൻ കഴിഞ്ഞത് എന്ന് അഭിമാനത്തോടെ നമുക്കെല്ലാം പറയാൻ വേണ്ടി കഴിയും എന്നതാണ്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ 3-4 സംസ്ഥാനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിനടുത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ലോകത്താകെ വലിയ തോതിലുള്ള പ്രയാസങ്ങളും. ബ്രാഞ്ച് പ്രസിഡന്റ് സജീവൻ അധ്യക്ഷത വഹിച്ചു. AP മുരളീധരൻ, ധനലക്ഷ്മി M, ചന്ദ്രൻ, T രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം വീരചാമുണ്ടേശ്വരി ക്ഷേത്രം പൂരമഹോത്സവത്തിന് തുടക്കമായി. മുന്നോടിയായി ഭക്തിനിർഭരമായ കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. കുഞ്ഞിമംഗലം വീരചാമുണ്ടേശ്വരി ക്ഷേത്രം പൂരമഹോത്സവത്തിന് തുടക്കമായി. മാർച്ച് 25 മുതൽ 31 വരെ നടക്കുന്ന പൂരമഹോത്സവത്തിന്റെ മുന്നോടിയായി ഭക്തിനിർഭരമായ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. തലായി താമരക്കാപ്പ് മുത്തപ്പൻ മഠപുരയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ ആരംഭിച്ച കലവറ ഘോഷയാത്രയിൽ നിരവധി വനിതകൾ അണിനിരന്നു. സമാപന ദിവസമായ മാർച്ച് 31 രാവിലെ 9 മണിക്ക് പൂരംകുളി. ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനവും ഉണ്ടാകും. വൈകിട്ട് ആനപ്പുറത്ത് കാഴ്ചശീവേലി, തിടമ്പ് നൃത്തവും. രാത്രി 9:30 തൃപ്പാണിക്കര ശിവക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത്. തുടർന്ന് പള്ളിവയൽ ആറാട്ട് എന്നിവ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അപൂർവ പ്രതിഷ്ഠാ സങ്കല്പങ്ങളാൽ അനുഗ്രഹീതമായ ചെറുവത്തൂർ ചക്രപുരം ശ്രീ നരസിംഹ ലക്ഷ്മി നാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഏപ്രിൽ മാസത്തിൽ വിവിധ ആത്മീയ സാംസ്കാരിക ചടങ്ങുകൾ നടക്കും. 400 വർഷം പഴക്കമുള്ളതും കൃഷ്ണശിലയിൽ പുനർനിർമ്മിച്ചതുമായ ഈ മഹാക്ഷേത്രത്തിൽ ഭക്തിനിർഭരമായ ചടങ്ങുകൾക്കാണ് വേദിയൊരുങ്ങുന്നത്. ഉഗ്രഭാവത്തിൽ നരസിംഹമൂർത്തിയായും ലാസ്യഭാവത്തിൽ ലക്ഷ്മി നാരായണനായും ശൈശവഭാവത്തിൽ വെണ്ണക്കണ്ണനായും 3 ശ്രീകോവിലുകളിലായി മഹാവിഷ്ണു ഇവിടെ വാണരുളുന്നു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും കൊടിയേറ്റ മഹോത്സവവും ഏപ്രിൽ 15 മുതൽ 22 വരെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. വിവിധ ദിനങ്ങളിൽ സഹസ്രദീപാർച്ചന, ഭഗവത് ചൈതന്യവർദ്ധനവിനായുള്ള താന്ത്രിക കർമ്മങ്ങൾ, വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ, അന്നദാനം എന്നിവ ഉണ്ടായിരിക്കും. ക്ഷേത്രസന്നിധിയിൽ നടക്കുന്ന ഈ ആഘോഷവേളയിൽ മുഴുവൻ ഭക്തജനങ്ങളും പങ്കുചേരണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കരിമ്പിൽ കൃഷ്ണൻ, M മനേഷ് കുമാർ,
KN വാസുദേവൻ നായർ, MV കുഞ്ഞിക്കോരൻ, PT ഹരിഹരൻ, ബാബുരാജ് മാരാർ, മുരളീധരൻ K എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പടിഞ്ഞാറേക്കര കക്കര ഭഗവതി തായ് പരദേവതാ ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവം 29 മുതൽ ഏപ്രിൽ 3 വരെ നടക്കും. 29 വൈകിട്ട് 3 ചന്തപുര മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കും. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് ക്ഷേത്രം തന്ത്രി നടുവത്ത് പുടിയൂരിലത്ത് വാസുദേവൻ നമ്പൂതിരിയെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. വൈകിട്ട് 6 മണിക്ക് സാംസ്കാരിക സമ്മേളനവും സുവനീർ പ്രകാശനവും നടക്കും. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രനും സുവനീർ പ്രകാശനം രാമകൃഷ്ണൻ കണ്ണമ്മ നിർവഹിക്കും. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഏപ്രിൽ 2 വ്യാഴാഴ്ച പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. വൈകിട്ട് 6 മണിക്ക് കളിയാട്ടത്തിന് ആരംഭം കുറിക്കും. വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനവും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ PB ശോഭരാജ്, KP രമേശൻ, KP അനിൽ, KP പ്രമോദ്, KP ശ്രീലാൽ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പെരുമ്പ മുസ്ലിം ജമാഅത്ത് റിലീഫ് കമ്മിറ്റി നേതൃത്വത്തിൽ മാർച്ച് 30 തിങ്കളാഴ്ച പെരുമ്പ ലത്തീഫിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഹജ്ജ് പഠന ക്യാമ്പ് നടക്കും. തീർത്ഥാടകർക്ക് സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനാണ് ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. പെരുമ്പ മുസ്ലിം ജമാഅത്ത് റിലീഫ് കമ്മിറ്റി നേതൃത്വത്തിൽ 2026 മാർച്ച് 30 തിങ്കളാഴ്ച പെരുമ്പ ലത്തീഫിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഹജ്ജ് പഠന ക്യാമ്പ് നടക്കും. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ക്യാമ്പ് തീർത്ഥാടകർക്ക് സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. ക്യാമ്പിൽ ഭക്ഷണ സൗകര്യം, നമസ്കാര ഹാൾ, വിശാലമായ പാർക്കിംഗ് എന്നിവ ലഭ്യമാണ്. പയ്യന്നൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമ്പിന് പ്രമുഖ പണ്ഡിതരായ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, ചുഴലി മുഹൈദ്ദീൻ മൗലവി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. CT അബ്ദുൽ ഖാദർ തൃക്കരിപ്പൂർ വിഷ്വൽ മീഡിയ അവതരിപ്പിക്കും. സയ്യിദ് സൈനുൽ അബിദ്ദീൻ ബുഖാരി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. KT സഅദുള്ള, VKP ഇസ്മായിൽ, A മുജീബ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് ക്യാമ്പിന്റെ സംഘാടനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.